ഹായ് ഹോൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു നാടൻ ബീഫ് ബിരിയാണി റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത്. ബീഫ് ബിരിയാണി പൊതുവേ വെക്കാൻ മടിയാണ്, ബീഫ് വേവാനും ഒക്കെ പണിയാണ്. അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ട് എങ്ങനെ വെക്കുക എന്ന് നോക്കാം. ഇതും കാര്യം പോകുകയാണല്ലോ. അത് ഇന്ന് വിറകടുപ്പത്താട്ടോ ബിരിയാണി വെക്കുന്നത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതാ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡാൽഡ ഇട്ടിട്ട് നമ്മളതിൽ ഉള്ളിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇവിടെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്, നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. 3-4 പച്ചമുളക് ഇട്ടിട്ടുണ്ടാ. അത് ഒരു പോരാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതാ നമ്മൾ വീട്ടിലുണ്ടായ മുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അതിക്ക് കുറച്ച് നാരങ്ങ നീര് വേണം. അപ്പോൾ 2 നാരങ്ങ എടുത്തിട്ട് കുരു കളഞ്ഞിട്ട് ഇതേപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി ഇതാ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഈ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടണം. അപ്പോഴാണ് നമ്മൾ ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നല്ല സോഫ്റ്റും ആവും കേട്ടോ, നന്നായിട്ട് വഴന്ന് വന്നാൽ. ഇനിയിപ്പോൾ അപ്പുറത്ത് നമ്മൾ അരി ഇടാനായിട്ട് വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ക്യാരറ്റ്, കറാമ്പട്ട, കല്ലുപ്പട്ട എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ബീഫ് വേവ് കുറവാവണ്ട വെച്ചിട്ട് നമ്മൾ കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള മസാല 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, പിന്നെ മീറ്റ് മസാലയും അതേപോലെ ബിരിയാണി മസാല ഒരു സുമാർ കണക്ക് വെച്ചിട്ടാട്ടോ ഇപ്പോൾ ഇടുന്നത്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും കേട്ടോ. അപ്പോൾ മസാല ഒക്കെ ഇട്ടതിന് ശേഷമാണ് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാറ്. പിന്നെ ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചതാണ് ഇട്ട് കൊടുക്കൽ. കടയിൽ നിന്ന് കൊണ്ടുവരുന്ന പാക്കറ്റ് ഇട്ട് കൊടുക്കാറില്ല. അപ്പോഴാണ് നമ്മൾ ബിരിയാണിക്കൊക്കെ ഒരു കുത്തലുണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിക്ക് കുറച്ച് വെള്ളത്തിൻ്റെ കുറവിന് നമ്മൾ ബീഫ് വേവിച്ച് കുക്കറിൽ വെള്ളം ഉണ്ടാവുമല്ലോ, അതായിട്ട് ആഡ് ചെയ്യണേ, അല്ലാതെ വേറെ വെള്ളം നമ്മൾ ആഡ് ചെയ്യണേ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കുറച്ച് ചപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അരിയൊക്കെ വെന്ത് വന്ന് റെഡി ആയതിൻ്റെ ശേഷം ഒരു ഹാഫ് കുക്കാവുമ്പോൾ മസാലയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റെപ്പായിട്ട് ചെയ്യുക കേട്ടോ. ആദ്യം റൈസ് ഇട്ടിട്ട് പിന്നെ നമ്മൾ ചപ്പിട്ടതിന് ശേഷം പിന്നെ ഈ ഒരു ഓയിൽ ഉണ്ടല്ലോ, ഇത് വീട്ടിലുള്ളതാണ്. ഇത് ബിരിയാണിയിൽ ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ആരുടെയും വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ട്. പിന്നെ ഒക്കെ ഇതാ ചപ്പും കാര്യങ്ങളൊക്കെ ഇടുക. പിന്നെ ഞങ്ങൾ ഇതിൽ കുറച്ച് ഗീ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മുകളിൽ. അതേപോലെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും കേട്ടോ. ഒരുപാട് സൺഫ്ലവർ ഓയിലും RKG ഒഴിക്കണേക്കാട്ടി നല്ലത് നമ്മൾ വീട്ടിൽ സാധാരണ ബിരിയാണി വയ്ക്കുമ്പോൾ ഇതാട്ടോ നമ്മളൊന്നും കൂടെ നമുക്ക് ഹെൽത്തിന് നല്ലത്. പിന്നെ ഇതാ ദമ്മിടുക കേട്ടോ. അതാണ് ലാസ്റ്റത്തെ പരിപാടി. സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ 2-3 കിലോനൊക്കെ ബിരിയാണി ഇതുപോലെ തയ്യാറാക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ആരെങ്കിലും പുതുതായി ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.